ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും മൈ ചാനൽ AG2യിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വാൽമീകി മഹർഷിയെക്കുറിച്ചാണ്. ഭാരതീയ ഇതിഹാസമായ രാമായണത്തിൻ്റെ കർത്താവാണ് പുരാതന ഭാരതീയ ഋഷിയായ വാൽമീകി. ആധ്യാത്മിക ഗ്രന്ഥമായ യോഗ വസിഷ്ഠ കവി എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. പിൽക്കാലത്ത് ഉദാത്തമായ കവികളിൽ അദ്ദേഹം ആദ്യത്തെ യഥാർത്ഥ കവി അഥവാ ആദികവി എന്ന് വിളിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കൃതിക്ക് പുതുമയും സാഹിത്യപരമായ ഗുണമേന്മയും ഉണ്ടായിരുന്നു. ഭൃഗു ഗോത്രത്തിലെ പ്രചോദ എന്ന ബ്രാഹ്മണന്റെ മകനായി വാൽമീകി ജനിച്ചു. ഐതിഹ്യമനുസരിച്ച് അദ്ദേഹം ഒരിക്കൽ മഹാനായ നാരദനെ കണ്ടുമുട്ടുകയും അദ്ദേഹവുമായി തൻ്റെ കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രഭാഷണം നടത്തുകയും ചെയ്തു. നാരദന്റെ വാക്കുകളിൽ പ്രചോദിതനായ അഗ്നിശർമ്മ തപസ്സു ചെയ്യാൻ തുടങ്ങി. മരണം എന്നർത്ഥമുള്ള മാര എന്ന വാക്ക് ജപിച്ചു. വർഷങ്ങളോളം അദ്ദേഹം തപസ് അനുഷ്ഠിച്ചതിനാൽ ആ വാക്ക് വിഷ്ണുദേവന്റെ പേരായ രാമ ആയി മാറി. അഗ്നിശർമ്മയ്ക്ക് ചുറ്റും വലിയ ഉറുമ്പുകൾ രൂപപ്പെട്ടു. അത് അദ്ദേഹത്തിന് വാൽമീകി എന്ന പേര് നേടിക്കൊടുത്തു. വാൽമീകി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട അഗ്നിശർമ്മൻ നാരദനിൽ നിന്നും വേദങ്ങൾ പഠിച്ച് എല്ലാവരാലും ആരാധിക്കപ്പെട്ട സന്യാസിമാരിൽ അഗ്രഗണ്യനായി. ഋഷിയായി മാറുന്നതിന് മുമ്പ് വാൽമീകി ഒരു കള്ളനായിരുന്നു എന്നതിന് ചില ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. മുഖര തീർത്ഥയുടെ സൃഷ്ടിയെക്കുറിച്ചുള്ള സ്കന്ദ പുരാണത്തിലെ നാഗരഖണ്ഡത്തിൽ വാൽമീകി ലോഹാജംഗ എന്ന പേരിൽ ബ്രാഹ്മണനായി ജനിച്ചതായും മാതാപിതാക്കളുടെ സമർപ്പിത പുത്രനാണെന്നും പരാമർശിക്കുന്നു. അദ്ദേഹത്തിന് സുന്ദരിയായ ഒരു ഭാര്യയുണ്ടായിരുന്നു. ഇരുവരും പരസ്പരം വിശ്വസ്തരായിരുന്നു. ഒരിക്കൽ അനാർട്ടയിൽ മഴ പെയ്യാതിരുന്നപ്പോൾ നീണ്ട 12 വർഷക്കാലം ലോഹാജംഗൻ തൻ്റെ പട്ടിണി കിടക്കുന്ന കുടുംബത്തിനു വേണ്ടി കാട്ടിൽ നിന്ന് കണ്ടെത്തിയ ആളുകളെ കൊള്ളയടിക്കാൻ തുടങ്ങി. ഈ ജീവിതത്തിനിടയിൽ അവൻ സപ്തഋഷികളെ കണ്ടുമുട്ടുകയും അവരെയും കൊള്ളയടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ വിദ്വാനായ ജ്ഞാനികൾക്ക് അവനോട് അനുകമ്പ തോന്നുകയും അവൻ്റെ വഴികളിലെ വിഡ്ഢിത്തം കാണിക്കുകയും ചെയ്തു. അവരിൽ ഒരാൾ അദ്ദേഹത്തിന് ധ്യാനിക്കാൻ ഒരു മന്ത്രം നൽകി. കള്ളനായി മാറിയ ബ്രാഹ്മണൻ അതിൻ്റെ പാരായണത്തിൽ മുഴുകി. അവൻ്റെ ശരീരത്തിന് ചുറ്റും കുന്നുകൾ ഉയർത്തി. മുനിമാർ മടങ്ങി വന്ന് ഉറുമ്പ് കുന്നിൽ നിന്ന് മന്ത്രത്തിൻ്റെ ശബ്ദം കേട്ട് അവനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വാൽമീകത്തിൽ ഇരുന്ന് വലിയ സിദ്ധി നേടിയതിനാൽ നിങ്ങൾ ലോകത്തിൽ വാൽമീകി എന്ന് അറിയപ്പെടുന്നു. വാൽമീകം എന്നാൽ ചിതൽപുറ്റ്. വാൽമീകത്തിൽ നിന്ന് വന്നവൻ വാൽമീകി. ഇങ്ങനെയാണ് പേരിൻ്റെ ഉൽപ്പത്തി എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. പുരാതന ഭാരതത്തിലെ ഒരു ദേശനാമമായിരുന്നു വാൽമീകം എന്നും ആദികവി ആ ദേശത്തുകാരനായതുകൊണ്ട് വാൽമീകി എന്ന പേര് ലഭിച്ചതാണെന്നും ഒരു പക്ഷം വിശ്വസിക്കുന്നു.